2026 T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് പെയർ ആരായിരിക്കും? എന്തായാലും സൂര്യകുമാർ യാദവിന്റെ ചില വാക്കുകൾ കൊണ്ടും ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ കണ്ട് ഏറെക്കുറെ ഒരു ഓപ്പണിംഗ് സ്ലോട്ട് ഇങ്ങനെ സെറ്റായി വരികയാണ്. അതിലേക്ക് നമുക്ക് കടക്കാം. പക്ഷേ 2007 മുതൽ 2026 വരെയുള്ള T20 വേൾഡ് കപ്പുകളിൽ ഇന്ത്യയുടെ ഏറ്റവും കിടിലൻ ഓപ്പണിംഗ് പെയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് ഏതായിരിക്കും ഉത്തരവായിട്ട് വരുന്നത്? ഒരുപാട് പേരുകളുണ്ട്, ഒരുപാട് കോമ്പോസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരുപാട് ഇഷ്ടം പിടിച്ചു പറ്റിയിട്ടുള്ളതാണ്. 2007 തുടങ്ങുന്നു. വീരേന്ദ്ര സേവാഗും ഗൗതം ഗംഭീറും വെട്ടിക്കെട്ട് പ്രകടനങ്ങളോടുകൂടി ഇന്ത്യ കിരീടത്തിലേക്ക് നയിച്ചൊരു ഓപ്പണിംഗ് കോമ്പിനേഷൻ. ഫൈനലിൽ യൂസഫ് പഠാൻ ഓപ്പണറായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ രണ്ട് പേരുകൾ നമുക്ക് മാറ്റി പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ഒരു കിടിലൻ കോമ്പോയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും കരുത്തനായിട്ടുള്ള ഓപ്പണർ രോഹിത് ശർമ്മ ഗൗതം ഗംഭീറിനോടൊപ്പം 2009 T20 വേൾഡ് കപ്പുകളിൽ ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ട് നയിച്ചിരുന്നു. ഇനി നമ്മൾ വീണ്ടും പോവുകയാണെങ്കിൽ മുരളി വിജയും ഗൗതം ഗംഭീറും ഇന്ത്യക്ക് വേണ്ടിയിട്ട് T20 വേൾഡ് കപ്പുകളിൽ ഓപ്പണിംഗ് പെയർ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നീട് രോഹിത് ശർമ്മ ധവാൻ കോംബോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിൽ ഒന്നാണ്. T20യിലും അപ്പുറം ഏകദിനങ്ങളിലൊക്കെ ഇവരുടെ ഗംഭീര പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി മറ്റൊരു കോംബോയിലേക്ക് പോവുകയാണെങ്കിൽ KL രാഹുലും രോഹിത് ശർമ്മയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നടന്നിട്ടുണ്ട്. പിന്നീടാണ് ഇന്ത്യക്ക് വീണ്ടും കിരീടം സ്വന്തമാക്കി നൽകിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് കോമ്പിനേഷൻ. സാക്ഷാൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കൂടെ നേടിയെടുത്തിട്ടുള്ള ആ ഒരു കിരീടം 2024 T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ വിജയത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സ്റ്റൈൽ ആൻഡ് ഓപ്പണിംഗ് കോമ്പിനേഷൻ തന്നെയായിരുന്നു വിരാട് കോഹ്ലിയുടെ രോഹിത് ശർമ്മയുടെ. ഇതിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ കോംബോ തന്നെ ഞാൻ പറയും. 2024 സാക്ഷാൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കൂടെ ഇറങ്ങിയിട്ടുള്ള ഒരു കോംബോ. പ്രകടനങ്ങൾക്കും അപ്പുറം ഈ രണ്ടാളുകളോട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു ആരാധകൻ എന്ന നിലയിൽ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. അതായത് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് T20 വേൾഡ് കപ്പുകളിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് കോംബോ ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ വേണ്ടിയിട്ട് മറക്കണം. അതുപോലെ തന്നെ 2026 ഈ ഒരു T20 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് കോംബോ അത് ഏതായിരിക്കും? കമന്റ് ചെയ്യാൻ മറക്കല്ലേ.